ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. പുഡിങ്ങൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമുള്ള സംഭവമൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ചിക്കു പുഡിങ്ങാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് ചിക്കു, അതായത് സപ്പോട്ട ഒരു 10 എണ്ണമാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നിങ്ങൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കു എടുക്കുമ്പോൾ നന്നായി പഴുത്ത നല്ല മധുരമുള്ള ചിക്കു തന്നെ എടുക്കുക കേട്ടോ. ഞാൻ ഈ ചിക്കുവിൽ നിന്നും 2 എണ്ണം ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ബാക്കി 8 ചിക്കു കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ചിക്കു ഓരോന്നും എടുത്തിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ട ചിക്കു നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഇതിൻ്റെ തൊലി കളയാൻ വലിയ പണിയൊന്നുമില്ല, ഇതുപോലെ സ്പൂണ് കൊണ്ട് ഇതിൻ്റെ ഫ്ലഷ് മാത്രം കൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി. ഇതിൻ്റെ കുരു പെടാതെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കുവിൻ്റെയും ഫ്ലഷ് എടുത്ത് മാറ്റുക. ഇപ്പം ഞാനിവിടെ എല്ലാ ചിക്കുവിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കു ഞാൻ ഇതുപോലെ സ്പൂണ് കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കുവിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ട ഞാൻ ഈ ചിക്കു നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് തന്നെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾ ജെലാറ്റിനാണ് എടുക്കുന്നതെങ്കിൽ അതും 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം തന്നെയാണ് എടുക്കേണ്ടത്. ഈ ചൈന ഗ്രാസ് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, ഒരു 3/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ചെറിയ തീയിൽ ചൈന ഗ്രാസും വെച്ച് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പാൽ അടിയിൽ പിടിക്കാതെയും പാട കെട്ടാതെയും ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടും ഒരേപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. പാൽ ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസും നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൈന ഗ്രാസ് ഈ തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൈന ഗ്രാസ് മെൽറ്റാവാതെ ചെറിയ തരിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് ചൂടുള്ള പാലിലേക്കല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാല് കിടന്നിട്ട് അത് മെൽറ്റായിക്കോളും. ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഞാനെടുത്ത ചിക്കു നല്ല മധുരമുള്ളതായതുകൊണ്ട് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തപ്പോൾ തന്നെ ഈ പുഡിങ്ങിന് നല്ല മധുരമുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷവും ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ചിക്കുവിൻ്റെ പേസ്റ്റ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കു ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല. ചിക്കുവിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിക്കു കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്താൽ ചിക്കുവിൻ്റെ യഥാർത്ഥ ഫ്ലേവർ കിട്ടൂല. അപ്പോൾ ചിക്കു ഈ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ഏത് ഫ്രൂട്ട്സ് കൊണ്ടും പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും ആ ഫ്രൂട്ട്സിൻ്റെ യഥാർത്ഥ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പൈനാപ്പിൾ ആണെങ്കിൽ അത് ആദ്യം അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ പാലിലേക്ക് ചേർത്ത് കൊടുക്കാറ്. വേറെ ഒരു ഫ്രൂട്ട്സ് കൊണ്ടും പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്താൽ ആ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ചിക്കു ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് പാത്രത്തിന് മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അരിപ്പയിലൂടെ വേണം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കട്ടയോ ചൈന ഗ്രാസ് മെൽറ്റാവാത്തതോ ഉണ്ടെങ്കിൽ ഇതിൽ പെടാതിരിക്കുകയും ചെയ്യും. പിന്നെ അതുമല്ല നല്ലൊരു ഗ്ലാസ് ലുക്കിൽ കിട്ടുമ്പോഴാണല്ലോ പുഡിങ്ങിന് അതിൻ്റേതായ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടാൻ കൂടിയാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഇതുപോലത്തെ 2 പാത്രങ്ങളിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനി ഞാനിതൊന്ന് ചൂടാറുന്നത് വരെ പുറത്ത് വെച്ച് ഒരു ഹാഫ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഹാഫ് സെറ്റാക്കി എടുത്താലേ നമുക്കിതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് താഴ്ന്നു പോകും. അപ്പോൾ ഡെക്കറേഷൻ ചെയ്തതൊന്നും കാണൂല. ഇപ്പം നമുക്കിതൊരു ഹാഫ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കു ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഹാഫ് സെറ്റാക്കി എടുത്തത് കൊണ്ടാണ് ചിക്കു പീസൊന്നും താഴേക്ക് താഴ്ന്നു പോവാത്തത്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാമും പിസ്തയും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 പാത്രത്തിലുള്ളതും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് തണുപ്പിച്ചെടുത്തിട്ട് വരാം. 2 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പുഡിങ് എന്നല്ല ഏതൊരു പുഡിങ് ഉണ്ടാക്കാനായിട്ടും ഇത്ര പണിയുള്ളൂ. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പുഡിങ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഇടണം കേട്ടോ, എന്നാലേ പുഡിങ് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് പാകത്തിന് മധുരം ഉണ്ടാവുള്ളൂ. മധുരം ഇല്ലെങ്കിൽ പുഡിങ് കഴിക്കാൻ എന്താണ് ഇപ്പോൾ അതൊരു രസം ഉണ്ടാവുക അല്ലേ. ഞാനിത് കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ പുഡിങ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പുഡിങ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്